അസ്സലാമു വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഗൂഡല്ലൂർ ഭാഗത്ത് കുറച്ച് അഡ്രസ്സ് അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു. നല്ല ഹൈ റേഞ്ച് ചുരമൊക്കെ കയറി തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി അവിടെ നമ്മളിവിടെ ഓർഫനിലുള്ള സഹോദരിനെ വിളിച്ച് ഓലെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ആ സഹോദരി നിൽക്കുന്നത് ഒരു പാടിയിലാണ്. പാടി എന്ന് പറഞ്ഞാൽ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കുറേ വീടുകളുണ്ടാവും. ആ സഹോദരൻ്റെ വീട് തന്നെ ഓടിട്ട വീടാണ്. ആ ഓടൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ പൊട്ടി ചോദിച്ചപ്പം കഴിഞ്ഞ ദിവസം ആന വന്ന് കുത്തിപ്പോയതാണെന്ന് പറഞ്ഞു. വൈകുന്നേരം മഗ്‌രിബിന് ശേഷം പുറത്താരും ഇറങ്ങില്ല. കാരണം അവിടെയൊക്കെ ഏത് സമയത്തും ആന വരലുണ്ട്, പകൽ തന്നെ വരലുണ്ട്. പക്ഷേ മഗ്‌രിബിന് ശേഷം ഒരാളും അങ്ങാടിക്ക് ഇറങ്ങൂല, പുറത്തിറങ്ങൂല എന്നുള്ളതാണ്. ഈ സഹോദരിക്ക് ആകെ ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടീനെ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ട്. നമ്മളവിടെ എത്തിയ സമയത്ത് ആ കുട്ടി നേരെ ഒറ്റ ചാട്ടം നമ്മളെ സൈദാലിയാക്കൻ്റെ മേലേക്ക് ഒറ്റ ചാട്ടം ചാടി. അവനങ്ങനെ പിടിച്ചോടത്ത് കിട്ടൂല. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുക. അവനക്ക് കുറച്ച് രണ്ട് മുട്ടായി കൊടുത്ത് അപ്പോൾ വാങ്ങിച്ച്. അപ്പോൾ ഇങ്ങനെ അവനെന്താ വെച്ചാൽ ഒരു ഇതുള്ള ചെറിയ ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടായിട്ട് അവന് പിടിച്ചെടുത്ത് നിൽക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുടുംബം പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ ഒരു ഇതിൽ നിൽക്കുക പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. ഇവർ രണ്ട് കുടുംബമല്ലാതെ വേറെ ഏരിയയിലില്ല. ഓല നിൽക്കണ ഏരിയയിൽ ഈ രണ്ട് കുടുംബം മാത്രമേ ഉള്ളത്. ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ എന്തെങ്കിലും എപ്പോഴും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും വളരെ പ്രയാസമാണ് ഒന്ന് ടൗണിലേക്ക് എത്തണമെങ്കിൽ. കാരണം എപ്പോഴെങ്കിലും ബസ് റൂട്ട് ഇല്ലാത്ത റൂട്ടാണ്. ഓട്ടോറിക്ഷക്കാരെന്നെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അതന്നെ വിളിച്ചാൽ കുറച്ച് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ വളരെ പ്രയാസമാണ്. പക്ഷേ എന്നിട്ട് ഈ കുട്ടീനെ ഇങ്ങനെ പിടിച്ച് ഇവനെ എപ്പോഴും ഇവൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. കാരണം അല്ലെങ്കിൽ ഇവനെ ഒന്ന് മാറി നിന്ന് ഇവനെ എടുക്കാൻ പോകാമെന്നൊന്നും അറിയില്ല. ആ രീതിയിലാണ് അമ്മ ആ കുട്ടീനെ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണേ. അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി. ആ വീട്ടിലെ അവസ്ഥ പറഞ്ഞാൽ ആ സഹോദരി ക്യാൻസറാണ്. ആ സഹോദരിൻ്റെ ഭർത്താവുണ്ട്. ഭർത്താവിന് ചെവി കേൾക്കൂല, സംസാരിക്കൂല, അതുപോലെ ബുദ്ധിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ആ സഹോദരിക്ക് 2 മക്കളുണ്ട്. അതിലൊരു കുട്ടി സൈക്കാട്രി മരുന്ന് കുടിക്കണമുണ്ട്. അപ്പോൾ സഹോദരനോട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ വന്നിട്ട് നിങ്ങളെങ്ങനെ ഈ ഭർത്താവിന് ചെറുപ്പത്തിലുണ്ടേനോ? അതൊക്കെ ഉണ്ട്, അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കെട്ടിയത് എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല, എനിക്ക് 2 കുട്ടികളെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു വാക്കായി. കാരണം ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു കുട്ടികളെ ഒരു കല്യാണത്തിന് നോക്കുകയാണെങ്കിൽ ഓല് എല്ലാം നോക്കും. എന്താ സൗന്ദര്യം നോക്കും, സമ്പത്ത് നോക്കും, തറവാടിത്തം, എന്തൊക്കെ നോക്കാൻ പറ്റിയ എല്ലാം നോക്കിയിട്ടാണ് കെട്ടൽ. പക്ഷേ ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരി പറഞ്ഞ് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ കുടുംബം താമസിക്കണേ. അവിടെയും ഇതുപോലെ മഗ്‌രിബിന് ശേഷം ചില സമയങ്ങളിലൊക്കെ ആനകൾ വരെയുണ്ട്. ഈ കാട്ടുകാണ്ട് ഇറങ്ങിയാൽ കൂനുണ്ടാവും. ആ കൂന് കിട്ടിയാണ്ട് അത് ചിലപ്പോൾ അങ്ങനെ കൊടുത്താണ്ട് അങ്ങനെയാണ് ജീവിക്കണം. വേറൊരു കൃത്യമായിട്ടൊരു വരുമാനമില്ല. പിന്നെ ഈ സുഖമില്ലാത്ത ഭർത്താവിന്, സംസാരിക്കാൻ ചെവി കേൾക്കാത്ത ഈ ഭർത്താവിന് ആരെങ്കിലും എന്തെങ്കിലും പൈസ ഒക്കെ കൊടുത്താൽ ആ സഹോദരൻ എന്ത് ചെയ്യും, നേരെ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ്ട് താത്തനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ്റെ വീട്ടിലേക്ക് കയറുന്നോട് തന്നെ ചെറിയൊരു നമ്മളൊക്കെ പണ്ടൊക്കെ കുട്ടികൾ കളിക്കാൻ മുട്ടായിയൊക്കെ വിൽക്കുമല്ലോ. സ്കൂൾ പൂട്ടിയാൽ ഈ കുട്ടികൾ മുട്ടായി കച്ചവടം നടത്താൻ വേണ്ടി പ്ലാസ്റ്റിക് കറിയും അങ്ങനെ ഇതാക്കിയാണ്ട് ചെറിയൊരു ഒരു കുടിലുണ്ടാക്കുമല്ലോ. അതേപോലത്തെ ഒരു കുടിലുണ്ടാവും പോകുമ്പോൾ കണ്ടീനി. പക്ഷേ അപ്പോൾ ആ സഹോദരി പറയുകയാണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പൈസ കിട്ടിയാൽ കുറച്ച് ഉള്ളി എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്തുള്ളവരൊക്കെ വന്ന് വാങ്ങേണ്ടി. പക്ഷേ ഈ ഉള്ളി ആ സഹോദരൻ അവിടെ നിന്ന് ഉള്ളി കച്ചവടം ചെയ്യുമ്പോൾ സഹോദരന് ബുദ്ധിക്കും മറ്റു പ്രശ്നങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഈ സഹോദരന് ഉള്ളിൻ്റെ തോല് പറഞ്ഞാൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യമേ തോല് പോക്കാൻ പറ്റുള്ളൂ.
പക്ഷെ ആ സഹോദരൻ ഇങ്ങനെ തോല് പോക്കും ലാസ്റ്റ് അവിടെ ആ ഒരു ഷെഡിൻ്റെ ഉള്ളിൻ്റെ ചണ്ടികൾ കുറേ ഉണ്ട്, തോടുകൾ. കാരണം ആരെങ്കിലും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറേ അങ്ങനെ തോല് ഊരി പോയാണ്ട് ലാസ്റ്റ് അവിടെ ഇങ്ങനെ കുറേ ചണ്ടികൾ കിടക്കണം. കൃത്യമായിട്ട് ഈ കുടുംബത്തിന് ഒരു വരുമാനം ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കിട്ടുന്ന പൈസ ആരെങ്കിലും കൊടുത്താലല്ലാതെ വേറൊന്നുമില്ല. അപ്പം പള്ളി കമ്മിറ്റിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും പ്രയാസത്തിലാണ്, വേറൊന്നുമില്ല, കൃത്യമായിട്ട് വരുമാനമൊന്നും കിട്ടലില്ലാന്ന്. അപ്പോൾ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ബിസ്മിയിൽ എത്തിയെന്ന് ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞതാണ്, ഇങ്ങനെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിൻ്റെ അടുത്തൊരു സ്ഥാപനം ഉണ്ട്, ഒന്ന് പോയി നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണത്തിനോ എന്തെങ്കിലുമൊക്കെ കിട്ടും, ചികിത്സൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ബിസ്മിയിൽ എത്തിയത്. ഏതായാലും നമുക്ക് ആ സഹോദരിക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സക്കാത്തിൻ്റെ പൈസ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. കാരണം നമുക്ക് സക്കാത്ത് സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് കിട്ടുമ്പം ഓരോ കുടുംബത്തിനും കിട്ടുമ്പോൾ ആ ഒരു വലിയൊരു സമാധാനമാണ്. ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം 2000-3000 കിട്ടിയാൽ അത് വലിയൊരു ആശ്വാസമാണ്. കാരണം വേറെ രീതിയിലുള്ള വരുമാനം ആ കുടുംബത്തിൽ നിന്ന് ഇല്ല എന്നുള്ളത്. ആ സഹോദരനാണ് ഈ പണിക്ക് പോകാനും കഴിയണില്ല, സൈക്കാട്രി മരുന്ന് കുടിക്കണോണ്ട്, സൈക്കാട്രിൻ്റെ അസുഖങ്ങളുണ്ട്, അങ്ങനെ കൃത്യമായിട്ട് ആരും ഒന്നും പണിക്കൊന്നും വിളിക്കണമില്ല. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ കുടുംബം അവിടെ കഴിഞ്ഞു പോകണം. ഏതായാലും ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് നമ്മൾ ഈ ബിസ്മിയ ഈ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് കുറേ ആളുകൾക്ക് ആശ്വാസം കിട്ടുന്നത്. ഏതായാലും ഈ ഒരു കൂട്ടായ്മ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. നമുക്കൊക്കെ അള്ളാഹ് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ സഹോദരനെ പോലെ നമുക്ക് ബുദ്ധിക്ക് പ്രശ്നമില്ല, സംസാരിക്കാനും ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ലല്ലോ. അള്ളാഹ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അള്ളാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുക. ലൈൻ ശക്കർത്തുൻ്റെ അസീദൻ്റെ നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നു, നന്ദികേട് കാണിച്ചാൽ അതിനേക്കാൾ ശിക്ഷ ഉണ്ടാവുമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അള്ളാഹ് തന്നിട്ടുണ്ടോ, നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, പല രീതിയിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. അതിൽ ആ അർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.